ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു യങ് പ്ലെയറുടെ സൈനിങ് നടത്തിയിരിക്കുകയാണ്. സാധാരണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇങ്ങനത്തെ സൈനിങ് ഒന്നും നടത്താറില്ല. കൂടുതലായിട്ട് നമുക്കറിയാം ഏതെങ്കിലും ടീമിൽ കളിക്കുന്ന ഏറ്റവും മികച്ച കളിക്കാരെ അവർ പൊക്കുകയാണ് ചെയ്യാറ് നല്ല പൈസ കൊടുത്ത്. പക്ഷേ ഇപ്പോൾ ഇത് അവർ യൂത്ത് ലീഗിലും സെർച്ചിങ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നടന്ന റിലയൻസ് യൂത്ത് ലീഗിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച സലാഹുദ്ദീൻ അദ്നാനെ 2 വർഷത്തെ ഡീലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരള ബേസ്ഡ് ക്ലബ്ബായ മുത്തൂറ്റ് FC റിലയൻസ് യൂത്ത് ലീഗിൽ ഏതാണ്ട് 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. ആ ഒരു ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് നടത്തിയ താരമാണ് നമ്മുടെ അദ്നാൻ എന്ന് പറയുന്നത്, സലാഹുദ്ദീൻ അദ്നാൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്തായാലും 2 വർഷത്തെ ഡീലിൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നസ് എറിക്സനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. സ്വീഡിഷ് മിഡ്ഫീൽഡർ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന തരത്തിൽ റൂമറുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കേൽനോവിൻ്റെ റിപ്പോർട്ടർ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് മാഗ്നസ് എറിക്സനെ കോൺടാക്റ്റ് പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ വരുന്ന കാര്യങ്ങളെല്ലാം ഫേക്കാണ്. ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. അതായത് മാഗ്നസ് എറിക്സനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണം എന്നില്ല. അത് സൈൻ ചെയ്താലും അത്ഭുതപ്പെടാനില്ല. ബട്ട് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കോച്ചും ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു മാഗ്നസ് വന്നാൽ നല്ലതാണ്, അതായത് മാഗ്നസ് വരണമെന്ന് അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് അതിനകത്ത് അവർ എന്ത് ലാംഗ്വേജ്, സ്വീഡിഷ് ലാംഗ്വേജാണ് എന്ത് ലാംഗ്വേജാണ് സംസാരിക്കാൻ എനിക്കറിയില്ല. ബട്ട് ചില എക്സാമിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്. സോ എന്തായാലും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊന്നുമില്ല, ഫേക്കാണ്. പിന്നെ നമ്മുടെ കോച്ചിന് അദ്ദേഹം വന്നാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഭയങ്കര ഹൈ ആണ്. നമ്മളിപ്പോൾ അഡ്രിയാനൂടെ വലിയൊരു മാർക്കറ്റ് വാല്യൂ കൊടുത്ത് സൈൻ ചെയ്ത് വെച്ചു. നൊമാ സദോയും വലിയൊരു മാർക്കറ്റ് വാല്യൂ കൊടുത്ത് സൈൻ ചെയ്ത് വെച്ചു. സോ ഇനിയും ഒരു താരത്തെയും കൂടെ വലിയൊരു മാർക്കറ്റ് വാല്യൂവിന് സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.